ഹേ ഗൈസ്, എന്ത് കിട്ടിയാലും ബിരിയാണി ആക്കുന്ന ഒരു ഫ്രണ്ട് നിങ്ങൾക്കുണ്ടോ? എന്നാൽ അതുപോലത്തെ ഒരു ബോയ് ഫ്രണ്ട് എനിക്കുണ്ട്. എന്ത് കിട്ടിയാലും അവന് ബിരിയാണി ആക്കണം. 365 ദിവസം 3 നേരം ബിരിയാണി കൊടുത്താലും ഒരു കുറ്റവും പറയാണ്ട് അവൻ ബിരിയാണി കഴിക്കും. അങ്ങനെ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ കുറച്ച് മീറ്റ് ബോൾ വീട്ടിലോട്ട് വാങ്ങി. അപ്പോൾ അതും അവന് ബിരിയാണി ആക്കണം. വെറും ബിരിയാണി അല്ല ഗൈസ്, സീക്ക് സ്റ്റൈൽ ബിരിയാണിയാണ്. നമുക്ക് വെറുതെ ഇരുന്ന് തിന്നാൽ മതിയല്ലോ, അതുകൊണ്ട് ഞാൻ തളർത്താനൊന്നും പോയില്ല. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അതിനാദ്യം വേണ്ടത് ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ നന്നായി വഴറ്റിയെടുക്കുക. പിന്നെ ഒരു 3-4 ഉള്ളിയും കൂടി നേർപ്പിച്ചരിഞ്ഞിട്ട് അതും ആഡ് ചെയ്ത് വഴറ്റിയെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് എല്ലാ പൊടികളും ആഡ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ഉപ്പ് തുടങ്ങിയ ഐറ്റമെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാ പൊടികളും ആഡ് ചെയ്ത് കുറച്ച് വഴറ്റിയെടുത്തതിന് ശേഷം കട്ട തൈര് ആഡ് ചെയ്യുക. അതൊന്ന് കുറച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്യണേ. കുറച്ചല്ല, ആ പാക്കറ്റ് മൊത്തം ആഡ് ചെയ്യുന്നുണ്ട്. ഇതെന്തിനാണെന്നും ചോദിക്കരുത്, ഇതാണ് സീക്ക് സ്റ്റൈൽ ബിരിയാണി. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ മെയിൻ ഐറ്റമായ മീറ്റ് ബോൾ ആഡ് ചെയ്യാം. മീറ്റ് ബോൾ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല ക്രീമി അല്ലേ, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു വെറൈറ്റി സാധനം തന്നെയാണ്. ഇനി കുറച്ച് വറുത്ത ഉള്ളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ റെസിപ്പിയും ബിരിയാണിയും നിങ്ങൾക്ക് യൂട്യൂബ് ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധിക്കില്ല, കാരണം ഇത് വേറെ എവിടെ ഇല്ല. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിന ഇലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ദം ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് അരി പ്രിപ്പയർ ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, അതും കൂടി ഞാനൊന്ന് ആഡ് ചെയ്യേ, കാരണം അതും കുറച്ച് വെറൈറ്റിയാണ്. ചോറിന് നമ്മൾ ജീരക സാമ്പാർ റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ബിരിയാണിക്ക് ആക്ച്വലി പക്ക റൈസാണ്. നമ്മൾ എല്ലാ ബിരിയാണിക്കും ഈ റൈസാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ആയിട്ട് കുറച്ച് കോക്കനട്ട് മിൽക്ക് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് വെച്ചിട്ട് ദം ചെയ്യാം. ദം ചെയ്യുമ്പോൾ ടോപ്പിൽ കുങ്കുമപ്പൂവാണ് ഉപയോഗിക്കുക. പക്ഷെ നമ്മുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് പാലിൽ മഞ്ഞളൊക്കെ ചാലിച്ചിട്ട് അത് ഒഴിക്കുന്നുണ്ട്. പിന്നെ നോർമൽ മല്ലി, പുതിന, ഇഞ്ചി, ഡ്രൈഡ് ഓനിയൻ ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബിരിയാണീൻ്റെ ഫൈനൽ ലുക്ക്. വിചാരിച്ച പോലെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ക്രീമി സോസൊക്കെ ആയിട്ട് നമ്മളെ നോർമൽ മസാല വേറെ തന്നെ ഒരു ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുണ്ട്. റൈസ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഈ റൈസ് തന്നെയാണ് ബിരിയാണിക്ക് ഉപയോഗിക്കുക. നമ്മുടെ ഒരു നാട്ടിലെ നോർത്ത് ഹോട്ടലിലൊക്കെ ലഭിക്കുന്ന പക്ക ബിരിയാണി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഈ റൈസ് നല്ലതാണ്. ഇവിടെ നമ്മുടെയൊക്കെ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ കിട്ടും. എന്തായാലും ബിരിയാണി കലക്കി.